കവിത ചായപ്രേമികളെ ഇതിലെ 30കളിലെ ചിലർക്ക് നിന്നെ വേണ്ടെന്നായിരിക്കുന്നു. പക്ഷേ എനിക്കു നീ ഓടിത്തളരുന്ന യന്ത്രങ്ങൾക്ക് ഉയിർക്കാനുള്ള ഊർജമാണ്. അതിനാൽ തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ചവരെ എനിക്കും വേണ്ടെന്ന് വെക്കാൻ തോന്നും. 30കളിലെ ചിലർക്ക് നിന്നെ വേണ്ടെന്നായിരിക്കുന്നു. പക്ഷേ എനിക്കു നീ ഓടിത്തളരുന്ന യന്ത്രങ്ങൾക്ക് ഉയിർക്കാനുള്ള ഊർജമാണ്. അതിനാൽ തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ചവരെ എനിക്കും വേണ്ടെന്ന് വെക്കാൻ തോന്നും. ചായ എന്റെ ചങ്കാണ്, മനസ്സിന്റെ നിറമറിഞ്ഞ് പലതായി രുചിക്കുന്ന നൈരാശ്യത്തിന്റെ ഏതാഴങ്ങളിൽ നിന്നും എന്നെ വലിച്ചു കരക്കടുപ്പിക്കും ഇഷ്ടത്തോഴൻ. ഉയരെ തിളച്ചുപൊന്തും പാൽ തിരമാലയിൽ മുങ്ങാങ്കുഴിയിട്ട് കുളിച്ചു കേറിയ തേയിലക്കുരുക്കൾക്ക് നവോന്മേഷത്തിന്റെ ഉന്മത്ത മണം. ചായ എന്റെ ചങ്കാണ്, മനസ്സിന്റെ നിറമറിഞ്ഞ് പലതായി രുചിക്കുന്ന നൈരാശ്യത്തിന്റെ ഏതാഴങ്ങളിൽ നിന്നും എന്നെ വലിച്ചു കരക്കെടുപ്പിക്കും ഇഷ്ടത്തോഴൻ. ഉയരെ തിളച്ചു പൊന്തും പാൽ തിരമാലയിൽ മുങ്ങാങ്കുഴിയിട്ട് കുളിച്ചു കേറിയ തേയിലക്കുരുക്കൾക്ക് നവോന്മേഷത്തിന്റെ ഉന്മത്ത മണം. എന്നോളമുണ്ടെനിക്ക് ചായപ്പിരാന്തും ചൂടാറാത്തോർമ്മകളും. എന്നോളമുണ്ടെനിക്ക് ചായപ്പിരാന്തും ചൂടാറാത്തോർമ്മകളും. മടിച്ചു മടിച്ചു പുലർന്ന വിഭാതങ്ങളെ ഒരു ഗ്ലാസ് ചുടുചായ ചുണ്ടത്ത് മുത്തി ചൂട് പിടിപ്പിക്കാറുള്ളത്. മടിച്ചു മടിച്ചു പുലർന്ന വിഭാതങ്ങളെ ഒരു ഗ്ലാസ് ചുടുചായ ചുണ്ടത്ത് മുത്തി ചൂട് പിടിപ്പിക്കാറുള്ളത്. പരീക്ഷാകാലങ്ങളിൽ എന്നോടൊപ്പം ഉണരുകയും ഉറങ്ങുകയും ചെയ്ത് ഉറക്കത്തെ ജയിക്കാൻ എന്നും ഒരു കട്ടൻ കാവലിരിക്കാറുള്ളത്. പരീക്ഷാകാലങ്ങളിൽ എന്നോടൊപ്പം ഉണരുകയും ഉറങ്ങുകയും ചെയ്ത് ഉറക്കത്തെ ജയിക്കാൻ എന്നും ഒരു കട്ടൻ കാവലിരിക്കാറുള്ളത്. ഇടവപ്പാതിയിലെ മഴ തേയില വേവും അടുപ്പത്ത് തീ കായാൻ എത്തിയിരുന്നത്. മലനിരകളുടെ ഗന്ധം ആവോളം ചായപ്പൊടിപ്പാട്ടയിൽ കൊതിയോടെ മണക്കാറുള്ളത്. ഇടവപ്പാതിയിലെ മഴ തേയില വേവും അടുപ്പത്ത് തീ കായാൻ എത്തിയിരുന്നത്. മലനിരകളുടെ ഗന്ധം ആവോളം ചായപ്പൊടിപ്പാട്ടയിൽ കൊതിയോടെ മണക്കാറുള്ളത്. ദൂരയാത്രയ്ക്കിടെ പതിവുള്ള തട്ടുകട ചായയും മൊരിഞ്ഞ പലഹാരങ്ങളും താണ്ടി വന്ന ദൂരത്തെ വെട്ടിച്ചുരുക്കാറുള്ളത്. ദൂരയാത്രയ്ക്കിടെ പതിവുള്ള തട്ടുകട ചായയും മൊരിഞ്ഞ പലഹാരങ്ങളും താണ്ടി വന്ന ദൂരത്തെ വെട്ടിച്ചുരുക്കാറുള്ളത്. റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ 2 പ്രണയികൾ പരസ്പരം കണ്ണുകൾ ഉടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞും ആറ്റി ആറ്റി പകർന്ന് പങ്കുവച്ച ചായകൾ. റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ 2 പ്രണയികൾ പരസ്പരം കണ്ണുകൾ ഉടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞു